Om Namah Shivaya, 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 Om Namah Shivaya. Take it, breathe in. Breathe out, breathe in again. ശ്വാസം വിടുകയും കൂടെ ചെയ്യണം, ഇല്ല തൊലഞ്ഞു പോകും. അതെ, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റാൻഡമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാനല്ല, എൻ്റെ പുതിയ ശിഷ്യൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓരോരോ നല്ല കാര്യങ്ങൾ സേവ് ചെയ്യുന്നതിന് പകരം അവൻ സേവ് ചെയ്ത് വെച്ചേക്കുക ഓരോന്ന്. Friends, all set? All set? Everybody is here? എല്ലാരും ഇല്ലേ? All set. എനിക്ക് തോന്നുന്നു താരസംഘടനയുടെ എന്തോ പരിപാടി ഉണ്ട്, എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. അത് അവരവരുടെ പരിപാടികളായിരിക്കുമല്ലോ, അത് ഒത്തുകൂടട്ടെ. എന്ന് തന്നെയാണെങ്കിലും പറ. Slowly breathe out. Breathe in sharp. Breathe out. ശ്വാസം വിടുവോ? പിടിച്ചു മാത്രമേ വെക്കത്തുള്ളൂ. ഈ 24 ഇറങ്ങിയതിന് ശേഷം എപ്പോഴെങ്കിലും ശ്രീകണ്ഠൻ സാറിനെ മീറ്റ് ചെയ്യുകയോ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പിന്നീട്? ഞാൻ കലോത്സവത്തിന് മറ്റോ കണ്ടിട്ടുണ്ട്. അതല്ല, അങ്ങനെയുള്ള ഒരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു രീതി എനിക്ക് കുറവാണ്. എന്റെ മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലാതെ സാറുമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പിണങ്ങി പിരിഞ്ഞു വന്നതൊന്നുമല്ല. അങ്ങനെ ഒരു പിണക്കൊന്നും എനിക്കില്ല. അതിനുശേഷം ഇപ്പോൾ ബിഗ് ടിവിയിലേക്ക് വരുമ്പോഴാണെങ്കിലും അങ്ങനെ ഒരു മെസ്സേജോ കോളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സാറായിട്ട്? ഇല്ല, ഞാൻ ബിഗ് ടിവിയിലേക്ക് വരുമ്പോഴത്തേക്ക് സാർ എന്തിനാ മെസ്സേജ് അയക്കുന്നത്? 24 ഞാൻ വെറും 2 വർഷമേ ജോലി ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല അങ്ങനെ ഒരു സൗഹൃദം ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റുന്ന അത്രയും കാലയളവ് നമ്മൾ ജോലി ചെയ്തിട്ടില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം ഞാൻ ജോലി ചെയ്ത ഏഷ്യാനെറ്റ് ന്യൂസിലാണ് എനിക്ക് കൂടുതൽ സൗഹൃദങ്ങൾ. അപ്പം മാധ്യമപ്രവർത്തകരായിട്ടായാലും എല്ലാവരുമായിട്ടും ഞാനൊരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് കൂടുതൽ കാശ് കിട്ടുന്നത് എവിടെ നിന്നാണോ അങ്ങോട്ട് പോകണം, അത്രേ ഉള്ളൂ. അത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അടുത്തടുത്ത വീഡിയോയിലേക്ക് പോവാം. പുതിയ നടിമാരൊന്നും കാണുന്നില്ലല്ലോ. എന്റെ മോനെ, നിനക്ക് ഞങ്ങളൊന്നും കണ്ടാ പോരെ? അങ്ങനെയല്ല, അതൊക്കെ അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ മോനെ, അവരൊക്കെ അവരുടേതായ ചെയ്യട്ടെ. ഞങ്ങളിപ്പോ പാവങ്ങള് ഈ അമ്മമാർക്കൊക്കെ വേണ്ടി ഒരു ചെറിയൊരു അവര് വീടുകളിൽ തളർന്നിരിക്കാൻ പാടില്ല. അവരെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം. അവര് വന്നോട്ടെ, ആരും തടസ്സം അത് നമ്മളെ. അവരെ കാണുന്നില്ലെങ്കിൽ നീ എല്ലാരെയും കൂടെ കൂട്ടി വിളിക്കും. അവര് മാന്യമായിട്ട് മറുപടി പറഞ്ഞില്ലയോ? അവരവരുടെ പരിപാടിയിലായിരിക്കും. ഇവര് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിട്ട് ചെയ്യുന്നതാണ്. പിന്നെ അവരെ പോയി ചൊറിയുക, അതെന്താ അവര് വരാഞ്ഞ്, നീ വിളിക്കാൻ എന്താ, നീ വിളിക്ക്, നീ പോയി വിളിക്ക്, ഓരോരുത്തരെ വീട്ടിൽ പോയി വിളിച്ച് നീ പരിപാടി നടത്ത്. ചെയ്യാൻ പറ്റുമോ? അവരെയൊക്കെ നമുക്ക് പോയി വിളിക്കാൻ പറ്റുമോ? ചേച്ചി കളി ചേച്ചി. അവരവരുടെ സന്തോഷങ്ങളല്ലേ. മറ്റേ പെണ്ണുമ്പുള്ള ഓരോ ചോറാവുന്നുണ്ടോന്നോ? Om Namah Shivaya. പോ ചുമ്മാരി. ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദയാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയങ്കരം സർവലോകൈകനാഥം. ഇത് പാമ്പാ കേട്ടോ, പാമ്പാ, കൊത്തും, കൊത്തും ഞാൻ. പൊക്കോ. ഇതല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് കാണാനില്ലയോ ഭഗവാനെ?
നമ്മൾ ഇതിനകത്ത് സർക്കാരിനെ ബാക്കിയുള്ളവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്ത് നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ ക്രൈം ഉണ്ട്. നമ്മൾ ഈ പറയുന്ന വക്കീലിനെയും കോടതിനെയും പോലീസിനെയും ഒക്കെ കുറ്റം പറഞ്ഞാലും ആത്യന്തികമായിട്ട് ഇത് ചെയ്യുന്നത് നമ്മളാണ്, ഒരു മോബാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന നമ്മളിപ്പോ പറയുമല്ലോ കേരളത്തിന്റെ കരൽ അലിയിപ്പിച്ചു എന്ന്. ഇല്ല, കേരളത്തിന്റെ കരലൊന്നും അലിയിപ്പിച്ചില്ല. നമ്മളല്ല അത് ചെയ്തേക്കുന്നതെന്ന് തോന്നിപ്പിക്കാനായിട്ട് നമ്മൾ പറയുന്ന ഒരു വെറും ഡോക്യുമെന്ററി മാത്രമാണത്. ഒരു മനുഷ്യനെ ആൾക്കൂട്ട വിചാരണയായിട്ട് ഇപ്പം സാറിന് അറിയാമായിരിക്കും, ബാവ കൊലക്കേസ് 2011 നടന്നിട്ടുള്ളത്. വോട്ടർ ഐ ഡി മേടിക്കാൻ, ആധാർ ഐ ഡി മേടിക്കാൻ പോയ ഒരു മനുഷ്യനെ പോസ്റ്റ് കെട്ടിയിട്ട് കൊന്നിട്ടുള്ള ആൾക്കാരുടെ നാടാണിത്. അതും ഒരു മോബ് മെന്റാലിറ്റി ആയിരുന്നു. മധുചേട്ടൻ മെന്റലി കുറച്ച് ഇതായിട്ടുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞു കേട്ടു. അയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ബോധമില്ലാത്ത മനുഷ്യർക്ക് തല്ലിക്കൊല്ലാനുള്ള അധികാരം ഉപയോഗിക്കാം. അതുപോലെ തന്നെ SDPIക്കാർ ഈ മാനസിക ചൂഷണം ചെയ്ത് കൊന്നു കളഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്. ഈ സോഷ്യൽ മൊറാലിറ്റിയിൽ മരിച്ചു പോയിട്ടുള്ള എല്ലാവരുടെയും ആത്മാവെന്നൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റേജ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. സെക്കൻഡറി ഈ സോഷ്യൽ മൊറാലിറ്റി കാരണം വൂണ്ടഡ് ആയിട്ടുള്ള മനുഷ്യരുണ്ട്. ഇപ്പം ഞാൻ അത്തരത്തിലുള്ള ഒരാളാണ്. എൻ്റെ ഒരു 18 വയസ്സിന് ശേഷം പെട്ടെന്ന് പണക്കാരനാകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു തട്ടിപ്പ് കമ്പനിയിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭീകര തട്ടിപ്പായിട്ട് എൻ്റെ കയ്യിലെ പൈസയും കൂടെ പോകാൻ തുടങ്ങിയ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടാൻ തീരുമാനിച്ചു. അപ്പൊ പാമ്പാടിയിലാണ് ആ സ്ഥാപനം ഉള്ളത്, ഇപ്പൊ അതില്ല കേട്ടോ. അപ്പൊ ഞാൻ ഒളിച്ചോടാൻ തീരുമാനിച്ചു. ഒരു ഹർത്താൽ രാത്രിയിൽ ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടി. ഐ ആം യങ്, എനിക്ക് വലിയ ലോകജ്ഞാനമൊന്നുമില്ല. ഞാൻ ഹർത്താൽ ദിവസം കൈ കിട്ടുന്ന വണ്ടിക്കെല്ലാം കൈ കാണിക്കാൻ നോക്കി. അപ്പം അങ്ങനെ ഞാൻ നിസ്സഹായമായിട്ട് നടന്നു പോകണം. എൻ്റെ കണ്ടീഷൻ എനിക്കറിയാം. എനിക്കൊരു അമ്മ മാത്രമേ ഉള്ളൂ, ഒരു കുഞ്ഞനിയനേ ഉള്ളൂ, അച്ഛൻ മരിച്ചു പോയിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഈ ജോലിക്ക് പോയത്. ഞാൻ അവിടെ ചീറ്റ് ചെയ്യപ്പെട്ടു. ഞാൻ തിരിച്ച് നടന്നു വന്ന സമയത്ത് ഹർത്താലായത് കാരണം കുറേ ആൾക്കാർ കള്ള് കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അവരെന്നെ കണ്ടിട്ട്, അപ്പം ഞാൻ അവിടെ നിന്ന് ഓടി വന്നിട്ടുള്ളത് കൊണ്ട് ചെറിയൊരു ബാഗൊക്കെ മാത്രം ഉള്ളായിരുന്നു. അവരെന്നെ കണ്ടിട്ട് എന്താ കാര്യം എന്ന് വെച്ചപ്പം ഞാൻ എൻ്റെ സങ്കടത്തിന് എൻ്റെ കാര്യം പറഞ്ഞു. അവരെന്നെ തല്ലുക മാത്രമല്ല, അവരെൻ്റെ ഫോൺ മേടിച്ചിട്ട് എൻ്റെ അമ്മയെ വിളിച്ചു. എന്നിട്ട് എൻ്റെ അമ്മയെ വിളിച്ച് അവർ ഭീഷണിപ്പെടുത്തി. അവർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങളുടെ മോൻ എന്താ രാത്രി ഇവിടെ കറങ്ങി നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു. സീരിയസ്ലി എനിക്ക് ഈ വേദന എടുത്താലും ഞാൻ എൻ്റെ അമ്മയെ പിന്നീട് വിളിച്ച് സംസാരിച്ചു. പിന്നീട് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പം, കുറച്ച് പ്രായമായി കഴിഞ്ഞ വർഷങ്ങളിൽ എൻ്റെ അമ്മയോട് ഈ കാര്യം പറഞ്ഞപ്പം എൻ്റെ അമ്മ ലിറ്ററലി ഭയങ്കരമായിട്ട് കരയുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഇത് ഞാൻ മരിക്കുന്നിടം വരെ ഞാൻ കൊണ്ടു നടക്കുന്നൊരു ഓർമ്മയാണ്. അവിടെ എന്നെ സഹായിക്കേണ്ട മനുഷ്യർ, അവിടെ ഹർത്താലായിട്ട് എന്നെ കഞ്ഞിക്കുഴി കൊണ്ടുവിടേണ്ട അഡൾട്ടായിട്ടുള്ള ആളുകൾ എന്നെ അവർ ഉപദ്രവിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇതിനകത്ത് സർക്കാരിനെ വളരെ ഭംഗിയായിട്ടാണ് അവർ സംസാരിച്ചത്. അതിൻ്റെ ഇടയിൽ പോലും നമ്മൾ ഒരു വാക്കുപോലും മിണ്ടാതിരുന്നത് കേൾക്കാൻ കാരണമായത് അത് തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. പെട്ടെന്ന് ആംബുലൻസിൽ പറഞ്ഞ് ഓടിച്ചുകൊണ്ട് അവിടെ കയറ്റിയിട്ട് ചെന്ന് കയറുന്ന മുമ്പേ പ്രസവം കഴിഞ്ഞു. എൻ്റെ മാമിയുടെ തുണിയും മാറ്റി പ്രസവം കഴിഞ്ഞ് ഡീസൻ്റായി. എന്നിട്ട് ഞാൻ കയറിപ്പോയി പറയാണ്, മോനെ ഞാനല്ല പ്രസവം എടുത്തത്, ഞാനല്ല മോനെ പ്രസവം എടുത്തതെന്ന്. അപ്പം ചത്ത കൊച്ചിനെ കണ്ട അറിഞ്ഞുകൂടി, ഞാൻ പ്രായമില്ലാത്തവനാ, മണ്ടനായേ. എന്നിട്ട് അപ്പം ആ കൂടെ നിന്ന് ഡോക്ടർമാരും പിന്നെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വല്ല കുഴപ്പമുണ്ടാ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല. അപ്പം പിന്നെ ഈ പ്രസവം എടുത്താൽ എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് എന്താ പറയണത്, അവർ തന്നെയാണ് എടുത്തത്. ആ കൂടെ നിൽക്കണവർ, ആ കൂടെ വർക്ക് ചെയ്യണവരെ ചതിക്കണവരാണ്. അപ്പം പിന്നെ എൻ്റെ ഭാര്യയും ചതിച്ചിട്ടില്ലേ. ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പരിപാടികളാണ് ഇത്. നെടുമങ്ങാട് എന്തോ ഉള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അവിടെ സ്ഥിരം പരിപാടി ചെയ്തെന്നുള്ള കാര്യം അവിടുത്തെ ആൾക്കാരോട് ചർച്ച ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. എന്ത് തന്നെയാണെങ്കിലും JCBക്ക് എടുത്ത് ഞാൻ തോന്നുന്നു കേട്ടോ. കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. JCB ട്രാക്ടർ എന്തോ ആണ്. അവരുടെ സന്തോഷമല്ലേ, അവരത് സന്തോഷിക്കട്ടെ. കൊല്ലം ചവറ MSN കോളേജിൽ തീ തുപ്പുന്ന കാറുകളുമായി ഓട്ടോ ഷോ. വിദ്യാർത്ഥികൾ എന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറുക എന്നൊരു പ്രയോഗമുണ്ട്. അങ്ങനെ കുറേ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. ചില അഭ്യാസ പ്രകടനങ്ങളൊക്കെ റോഡിൽ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അപ്പം തന്നെ പിടിച്ച് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ തോന്നും. റോഡിലല്ലല്ലോ, അതൊരു കോളേജിലല്ലയോ. ഓട്ടോ ഫെസ്റ്റിന് പിന്നെ നമുക്ക് എന്തോ ചെയ്യണ്ടേ? കാറുകൾ കൊണ്ട് ഒരു കാറുകളുടെ തിരുവാതിര നടത്താൻ പറ്റുമോ ഓട്ടോ ഫെസ്റ്റിന്? ഓട്ടോ ഷോ എന്ന് പറയാൻ കാറുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുക, ഒരു വാഹനത്തിൽ എന്തെല്ലാം സ്പെസിഫിക്കേഷൻസ് നമുക്ക് കൊണ്ടുവരാം, ഇതൊക്കെ നമ്മൾ വിൽക്കുകയും ചെയ്യും. നമുക്കത് മേടിക്കാൻ പറ്റത്തില്ല. മേടിച്ച് കയറ്റി കഴിഞ്ഞാൽ കേസാ. ഇത് വിൽക്കാനുള്ള നിയമം ആര് കൊടുക്കുന്നതാണ്? ഇതിനെ കുറിച്ചൊക്കെ പണ്ടൊക്കെ ഒരുപാട് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. തീ തുപ്പുന്ന കാറെന്ന്. അയ്യാ, രണ്ടറ്റത്തു നിന്ന് എനിക്ക് ഒന്ന് റബ്ബർ കാൻഡ് വെച്ചിട്ട് പിടിച്ച് വലിച്ചു വെച്ചേക്കുവാന്ന് തോന്നുന്നു, എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കാനായിട്ട്.
ഞാൻ കുറച്ച് ഓവറായി അല്ലേ എൻ്റെ അനുമോചൻ കടിങ്ക ഞാൻ അമ്മച്ചി ഓവറാക്കി ചളവാക്കും. എന്റെ ആദ്യ ചുംബനം ഭൂമി മാതാവിന്. രണ്ടാമതെന്തുവാ? ഇനി മരത്തെ പണ്ണ്, ഇനി മരത്തെ അടി. അപ്പോളാ അവന്റെ ചിരിക്ക്, അവനെ ചിരിയെപ്പറ്റി കളിയാക്കുന്ന എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള ഒരു കേസല്ല. ഇതൊക്കെയാണ്. ഇതെന്തുവാ? നമുക്കിടയിൽ എത്രയോ നന്മ മരങ്ങളുണ്ട്. മോള് കേട്ടിട്ടുണ്ടോ ഫിറോസ് കുന്നംപറമ്പിൽ എന്നൊരു വ്യക്തിയെ? ഓ പിന്നെ അറിയാതെ. ഫിറോസ് കുന്നംപറമ്പിലിനെ അറിയാത്തതായി ആരെങ്കിലും ഉണ്ടാവോ ഷിയാബുക്ക? എന്താ മോളെ നിന്റെ ഈ വാക്കുകൾക്ക് മുമ്പ് ഞാൻ പറയാം. കൊച്ചിനെ പറഞ്ഞ് പറയിപ്പിച്ചിട്ട് എന്താ പറയാന്ന് എനിക്കറിയാം. ഇനി അടുത്ത പാട്ട് പാടാൻ പോവായിരിക്കും. ഇതൊക്കെയാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത്. മറ്റ് വീഡിയോസുമായി ഇനിയും വരാം. എല്ലാവരും നമ്മളെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്ന് ചിലരുടെ കമന്റുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റികൾക്ക് ബ്രിട്ടീഷ് സെലിന്ന് ഇപ്പൊ തിരിച്ചു പറഞ്ഞ് ഇപ്പൊ ഞാനെല്ലാം തിരിച്ചാ പറയുന്നത്. പല സെലിബ്രിറ്റികളും എനിക്ക് മെസ്സേജ് അയച്ചു, അവർക്കും നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമാണ്. അപ്പം ഒരുപാട് സന്തോഷം. ബാഡ് ലാംഗ്വേജ് ഞാനിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഫാമിലീസ് ഒക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല, ഉള്ളതാണെങ്കിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഈ മറ്റേതെങ്കിലും ഒക്കെ മേഖലയിലോട്ട് കൈ കടത്തണോ? വ്ളോഗിങ്ങോ? എന്റെ വ്ളോഗിംഗ് ഒന്നും കാണാൻ കൊള്ളാവുന്ന വ്ളോഗിംഗ് ഒന്നും അല്ല. വേറെ ഏതെങ്കിലും ഒക്കെ ഒരു മേഖലയിലോട്ടൊക്കെ കൈ കടത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കേരളത്തിനെ കൂട്ടം ബിക്കി തക് ബൈ രമ വേണു.